Elliott product. So here is the king of the lot, Mulsanne. From Bentley's top of the range flagship model ആണ്. മുമ്പ് Arnage എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്ത് വന്ന ഒരു മോഡലാണ് Mulsanne. Mulsanne is the name is derived from something else. അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. So you can keep that in mind. What is the question? And Mulsanne as a new design ഇപ്പം ബെന്റ്ലിയിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഡിസൈനിൽ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇതിലെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആണ്. വലിയൊരു ഹെഡ്ലൈറ്റ്, നമ്മൾ മുമ്പ് അംബാസഡറിലെല്ലാം കണ്ടിരുന്ന വലിയൊരു ഡൂം ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. ചെറിയൊരു ഡൂം വേറെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർക്ക് ലൈറ്റ് ആയിട്ട് ഇല്യൂമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന LED ഓരോ ഡോട്ടഡ് ആയിട്ടുള്ളൊരു LED വന്നിട്ടുണ്ട്. അത് വലിയ ഡൂമിലും വന്നിട്ടുണ്ട്. അതിലാണ് ബൈസോൺ വരുന്നത്. ആൻഡ് ഇറ്റ്സ് ലുക്ക് വെരി ഡിഫറെൻറ്റ്. കാരണം ഇത് കാണണം, എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇതിൽ വൈറ്റ് കളറായിട്ട് മനസ്സിലാവുന്നുണ്ടോ. കാരണം ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു സ്ലാൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ദറ്റ്സ് എ ക്യാരക്ടർ ലൈൻ ഹിയർ. അതൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലിനെ കുറിച്ച് പറയുമ്പോൾ Arnageലെല്ലാം കണ്ടിരുന്ന ഒരു ബിഗ് ഗ്രിൽ. സാധാരണ റോൾസ് റോയ്സും ബെന്റ്ലിയും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രണ്ട് മോഡൽസ് ആയിരുന്നു, സിൽവർ സ്പിരിറ്റും Arnageഉം. അപ്പം ഇതൊരു വന്നിരുന്ന ഒരു മെഷ് ഗ്രില്ല് എന്ന രീതിയിലുള്ള ബെന്റ്ലിയുടെ ഡിസൈൻ ഇതിലും കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. സാധാരണ റോൾസ് റോയ്സിൽ നമ്മൾ കണ്ടിരുന്ന സ്പിരിറ്റ് ഓഫ് എക്സസി പോലെയുള്ള ബെന്റ്ലിൻ്റെ ഒരു ലോഗോ ഉണ്ട്, ബീൻ്റെ മേലെ രണ്ട് വിങ്സ് ആയിട്ടുള്ള, അതും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ലോങ് ഹുഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിന് സെൻട്രലായിട്ട് ഒരു ക്യാരക്ടർ ലൈൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ കോണ്ടിനെൻ്റൽ GT കണ്ട പോലെ ഷാർപ്പായിട്ടുള്ള ലൈനാണ്. പിന്നെ ഒരു വൈപ്പർ ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ കുറേ കൂടി ഒരു വലിയൊരു ഹുഡായിട്ട് നിൽക്കുന്നുണ്ട്. സോ ആ ഒരു വലിയൊരു ഫീല്, ശരിക്കും അതൊരു മാസ്റ്റർ എന്നുള്ളൊരു ഫീല് കിട്ടുന്ന രീതിയിൽ ഒരു ബെന്റ്ലിയുടെ ഒരു ഡിസൈനാണ് ഈ Mulsanneൽ വന്നത്. അതൊരു റെവല്യൂഷണറി ഡിസൈനായിരുന്നു. കാരണം ഞാനിത് ഫോട്ടോയിൽ കണ്ടപ്പോഴൊന്നും ഉണ്ടായിരുന്ന ഫീലല്ല അത് നേരിട്ട് കണ്ടപ്പോഴല്ലേ. പിന്നെ ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ ഇത്രയൊരു സൈസും ഒരു പ്രസൻസും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ആൻഡ് ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു സീ ദിസ് കാർ ഇൻ ഫ്ലഷ്. കാരണം ഇത് നേരത്തെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്ന രീതിയിലുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് വി ആർ ബിൽഡ് ടു ഷോ ദിസ് കാർ, എൻജോയ് ദിസ് കാർ. ഈ Mulsanne ഇസ് എ വെരി ലോങ് കാർ. അത് ശരിക്കും നമുക്ക് ഇതിൽ കാണുന്നുണ്ടാവും. ഇറ്റ്സ് വെരി ലോങ്. അതായത് ലോങ് ഫീൽ ലഭിക്കുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ഉള്ളത്. കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ്, സ്ട്രെയിറ്റ് ലൈനാണ്. നേരത്തെ പറഞ്ഞ ക്യാരക്ടർ ലൈന് ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് റിയർ എൻഡ് വരെ നിൽക്കുന്നുണ്ട്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ ഇപ്പം ബെന്റ്ലിയിലേക്ക് വരുന്ന ഒരു ഹിപ്പ് ലൈക്ക് ഫീലും ലഭിക്കുന്നുണ്ട്. ബാക്കി ബോഡിയിൽ വളരെ പ്ലെയിൻ ലൈൻസാണ് ഉള്ളത്. ഒന്നും ഒരു വേറെ ലൈനായിട്ടൊന്നും വന്നില്ല. താഴെ മാത്രം ക്രോം ബീഡിങ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന റിയർ പോർഷന് കുറേ ബെന്റ്ലിയുടെ ഇപ്പോൾ ഉള്ള ഒരു ഡിസൈൻ എലമെൻറ്റിന് സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്, ബട്ട് നോട്ട് വെരി എക്സാക്ട്. ഈ ഒരു ലൈറ്റിനൊരു സിമിലാരിറ്റി നമുക്ക് ഇപ്പം ഫ്ലൈങ് സ്പെറിലും കണ്ട രീതിയിലുണ്ട്. പക്ഷെ സിമിലാരിറ്റി ഉള്ളു, പക്ഷേ ഡയമെൻഷൻ വൈസ് വ്യത്യാസമുണ്ട്, പക്ഷെ ലെങ്ത് ഉള്ള രീതിയിലുള്ള. പിന്നെ ബൂട്ടിന് കൊടുത്തിരിക്കുന്ന ആ കട്ടിങ്ങും വളരെ ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ എടുത്തു നിൽക്കുന്ന ഈ ഒരു കട്ടിങ്, ബമ്പറിൽ വരുന്ന താഴെ വരുന്ന കട്ടിങ്ങും അതിൻ്റെ ഒരു ക്രോം സ്ട്രിപ്പുമാണ്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓവൽ ടെയിൽ പൈപ്പ് ബെന്റ്ലിയിൽ എല്ലാത്തിനും കാണുന്നത്, അതും ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ നിൽക്കുന്നത് ഇതിൻ്റെ വീൽസ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 21 ഇഞ്ച് അലോയ് ആണ്. സാധാരണ വളരെ നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ഡിസൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ദിസ് ഇസ് ലൈക്ക് ആക്ടിങ് ലൈക്ക് എൻ വീൽ ക്യാപ്പ്. കാരണം ഇത് റിമൂവ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ നട്ട്സും ബോൾസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു വീൽ ഡിസൈൻ ശരിക്കും ഒരു എലഗൻറ്റ് ഫീൽ. സാധാരണ പഴയ നമ്മൾ വിൻറ്റേജ് കാസിലെല്ലാം കാണാൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു വീല്, ആ ഒരു വീലിന് റിസംബ്ലൻസ് ഉള്ള രീതിയിലുള്ള. ആൻഡ് ദിസ് ഇറ്റ്സ് എ വെരി ബ്രോഡ് ടയർ, ബട്ട് ഇറ്റ്സ് ഹാവിങ് എ വെരി ലോ പ്രൊഫൈൽ. റൈഡിനെ കുറിച്ച് എന്താ പറയാൻ നമുക്ക് പറ്റില്ല, ബട്ട് വാട്ട് എവർ ഐ റെഡ് ഇറ്റ് ഈസ് ഹാവിങ് എ വെരി ഗുഡ് റൈഡ്. So this is the place to be in this car. What an interior it is.
കാരണം വളരെ പ്ലഷി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. നമ്മൾ നേരത്തെ ഫാൻറ്റത്തിലെല്ലാം കണ്ട രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. വളരെയധികം വുഡ് ക്രാഫ്റ്റിങ്ങും പിന്നെ ഒരു ഫുള്ളി പാക്ഡ് വിത്ത് ഹൈ ക്വാളിറ്റി ലെതർ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. ഈ വുഡ് തന്നെ ഇതിൽ വന്നിരിക്കുന്ന പിയാനോ ബ്ലാക്ക് ഒരു വുഡാണ്. അതും അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് എഫോൾസ്ട്രി രണ്ടും കൂടി മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ വളരെ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീലുള്ളത്. സാധാരണ ഒരു വെഹിക്കിളിൽ നമ്മൾ കാണാത്തൊരു ഫീല് നോർമലി നമുക്ക് ഉണ്ടാവാറുമില്ല ഇങ്ങനത്തെ ഒരു ഒരു കളർ കോമ്പിനേഷൻ. സാധാരണ ബ്ലാക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒരു ലൈറ്റർ വുഡ് അല്ലെങ്കിൽ ബ്ലാക്ക് വുഡ് ആണെങ്കിൽ ചിലപ്പോൾ ലൈറ്റർ ഇൻറ്റീരിയർ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ദിസ് കസ്റ്റമർ ഹാസ് ചൂസ് ദിസ് വേ. കാരണം വളരെ നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീല്, ശരിക്കും ഒരു അരിസ്റ്റോക്രാറ്റിക് ഫീല് ലഭിക്കുന്ന രീതിയിലുള്ള. ആൻഡ് ദ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആർ സൂപ്പർബ്. വളരെ ക്വാളിറ്റി ഇൻറ്റീരിയർ ആണുള്ളത്. പിന്നെ ബെന്റ്ലിയുടേതായ കുറേ എലമെന്റ്സ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് നേരത്തെ കോണ്ടിനെന്റൽ GTയിലും നേരത്തെ ഫ്ലൈങ് സ്പെയറിലെല്ലാം കണ്ട രീതിയിൽ റൗണ്ട് ആയിട്ടുള്ള എയർ വെൻസും സ്വിച്ചസിൻ്റെ രീതിയും പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം തന്നെ ബെന്റ്ലിയുടെ രീതിയിലുള്ള. പിന്നെ കുറേ എലമെന്റ്സ് ലൈക്ക് ഈ ഒരു നോബ് എല്ലാം തന്നെ നമ്മൾ AC വെന്റ് ക്ലോസ് ചെയ്യാനുള്ള നോബ് മീറ്റർ റൗണ്ട് ആണുള്ളത്. അതെല്ലാം ബെന്റ്ലി പോലെ വന്നിട്ടുള്ളത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. സാധാരണ ഇപ്പോൾ ഉള്ള ബെന്റ്ലിയിലൊന്നും കാണാത്ത രീതിയിൽ സെൻട്രൽ റൗണ്ട് ആയിട്ടും ഒരു 4 സ്പോക്ക് ആയിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റിയറിംഗ് വീല്. അപ്പോൾ ഒരു ഡ്രൈവർ ഓറിയന്റഡ് കാറും കൂടിയാണെന്നുള്ള ഒരു ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ ഡ്രൈവിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറിനുള്ളൊരു ചെറിയൊരു സ്റ്റിയറിംഗ് ആണ് ഇതിലുള്ളത്. സോ ദിസ് കുഡ് ബി എ ഡ്രൈവേഴ്സ് കാർ ആസ് വെൽ എന്നുള്ള തോന്നുന്നു. കാരണം ബെന്റ്ലി നോർമലി ഇപ്പം മുമ്പ് റോൾസ് റോയ്സും ബെന്റ്ലി ഒപ്പം ഉണ്ടാകുമ്പം കുറെ കൂടി ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളുകളായിരുന്നു ബെന്റ്ലി ചൂസ് ചെയ്തിരുന്നത്. അതും ഈ ഒരു ഫീലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കമാൻഡിങ് പൊസിഷൻ ആയിട്ടുള്ള സീറ്റ്സ് ആണുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. Interior is crafted very well, but the rear portion is more interesting in this car. That we'll see now. I know you can see very dark interior. കാരണം ഇതിൽ വന്നിരിക്കുന്ന ഒരു ഞാൻ പറഞ്ഞ പോലെ കളർ കോമ്പിനേഷൻ എല്ലാം ഡാർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് പുറമെ എൻ്റെ ഷർട്ടും ബ്ലാക്ക് ആണ്. പക്ഷേ ഈ ഒരു കളറിന്